ഇവിടെ ഒരാൾ പെട്ടെന്ന് അയാൾ നിൽക്കുന്നിടത്തെ മണ്ണിടിഞ്ഞ് ആഴത്തിലൊരു കുഴിയിലേക്ക് വീഴുകയുണ്ടായി. അപ്പോഴാണ് അയാൾ അവിടെ ഒരു തെളിഞ്ഞ വെള്ളമുള്ള കുളം കാണുന്നത്. പിന്നെ ഒട്ടും സമയം കളയാതെ അയാൾ ആ കുളത്തിലെ വെള്ളം കോരി കുടിക്കാൻ തുടങ്ങി. ആ വെള്ളത്തിന് നല്ല മധുരമായിരുന്നു. അതിനാൽ അയാൾ തന്റെ കൈവശമുള്ള കുപ്പിയിലേക്കും നാളത്തേക്കായി വെള്ളം സംഭരിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അയാൾ തന്റെ മുന്നിൽ ഒരു കുട്ടിക്കുരങ്ങൻ ഇരിക്കുന്നത് കണ്ടത്. ആ കുട്ടിക്കുരങ്ങ് വളരെ ശാന്തനായി അവിടെ ഇരുന്ന് എന്തോ കഴിക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. എന്നാൽ 3 ദിവസമായി മുഴു പട്ടിണിയിലായിരുന്ന അയാൾ നീ എന്താണ് കഴിക്കുന്നതെന്ന് കുരങ്ങനോട് ചോദിച്ചു. കാര്യം മനസ്സിലായെന്ന വണ്ണം കുരങ്ങൻ ഒരു ദിശയിലേക്ക് കൈ ചൂണ്ടിക്കാട്ടി. അയാൾ ആ ഭാഗം പരിശോധിച്ചപ്പോൾ കുറെ പ്രത്യേകതരം പഴങ്ങൾ അയാൾക്ക് ആ വെള്ളത്തിനടിയിൽ നിന്നും കിട്ടി. അയാൾ തന്റെ കൈവശമുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ആ പഴം മുറിച്ച് ഉള്ളിലത്തെ മാംസ്യം പുറത്തെടുത്തു. ആ പഴം കഴിച്ചിട്ടും കുട്ടിക്കുരനൊന്നും പറ്റിയില്ല എന്ന ധൈര്യത്തിൽ അയാളും ആ പഴം കഴിക്കാൻ തുടങ്ങി. സത്യത്തിൽ ആ പഴത്തിന് വളരെ നല്ല രുചിയും നല്ല മധുരവുമായിരുന്നു. പെട്ടെന്നാണ് അയാൾക്കൊരാശയം മനസ്സിൽ വന്നത്. അയാൾ ഉടനെ തീ കത്തിച്ച് ഈ പഴം ഉപയോഗിച്ചൊരു സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുവിധം തന്റെ പരീക്ഷണം എന്നോണം അയാൾ ആ പഴം ഉപയോഗിച്ചൊരു സൂപ്പ് ഉണ്ടാക്കി. ആ സൂപ്പ് ചൂടോടെ അയാൾ കുടിക്കാനും തുടങ്ങി. എന്നാൽ ആ സൂപ്പ് കുടിച്ചു കഴിഞ്ഞതും തന്റെ ശരീരത്തിൽ എന്തെല്ലോ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി അയാൾക്ക് തോന്നി. താൻ ഉണ്ടാക്കിയ ആ ഭക്ഷണത്തിൽ വിഷം കലർന്നിരിക്കാം എന്നയാൾ ചിന്തിച്ചു. അടുത്ത നിമിഷം തന്നെ അയാൾ അവിടെ തളർന്നു വീഴുകയുണ്ടായി. പെട്ടെന്നാരോ വാതിലിൽ മുട്ടുന്ന സൗണ്ട് കേട്ടാണ് അവന് ബോധം തിരികെ വന്നത്. ആ ഗുഹയുടെ പ്രവേശന കവാടത്തിൽ വലിയൊരു നിഴൽ കണ്ടതോടെ അയാൾ ആകെ ഭയന്നു. ആകെ പേടിയും ദേഷ്യവുമായ അവൻ പുറമെ നിന്ന രൂപത്തിനോട് അവിടെ നിന്ന് പോവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആ രൂപം അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അയാൾ ആ വാതിൽ തുറന്നു നോക്കാമെന്ന ലക്ഷ്യത്തോടെ മുന്നോട്ടേക്ക് പോയി. ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.